ആളുകൾ ചെയ്യുന്ന കുറെ അനാചാരങ്ങൾ. ആദ്യം തന്നെ ഒരു നോമ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? നിയ്യത്താണ്. നിയ്യത്ത്. എന്താ ഈ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതൽ എന്നാണ്. അതിന്റെ കേന്ദ്രം മനസ്സാണ്. എന്നാൽ ആളുകൾ നമ്മുടെയൊക്കെ നാടുകളിൽ ഇങ്ങനെ ഇശാനുസ്കാരം കഴിഞ്ഞിങ്ങനെ തിരിഞ്ഞിരിക്കും. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരാളിങ്ങനെ ഏറ്റു പറയും നവൈത്തു. അതെല്ലാവരും കൂടി നവൈത്തു സൗമഗദിൻ സൗമഗദിൻ എന്നിങ്ങനെ ആദ്യം അറബിയിൽ പറയും. പിന്നെ ഈ കൊല്ലത്തെ അദായെ ഫർളായെ റമളാനിലെ നോമ്പിനെ എന്നിങ്ങനെ ചൊല്ലിക്കൊടുത്ത് എല്ലാവരും കൂടെ ചെയ്യാം. ബിദ്അത്ത് തനിച്ച അനാചാരമാണിത് സഹോദരങ്ങൾ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥലം ഹൃദയമാണ്. എനിക്ക് നാളെ നോമ്പാണ് എന്ന് ഞാൻ ദൃഢമായി തീരുമാനമെടുക്കലാണ് നിയ്യത്ത്. അത് ഫർള് നമസ്കാരത്തിന് സുബഹിക്ക് മുമ്പ് വേണം. സുബഹിയാകുന്നതിന്റെ മുമ്പ് എല്ലാ രാത്രിയിലും നോമ്പിന് നിയ്യത്ത് ഉറപ്പിച്ചിരിക്കണം. എല്ലാ രാത്രിയിലും ഉറപ്പിച്ചിരിക്കണം. സുന്നത്ത് നോമ്പാണെങ്കിൽ സുബഹിക്ക് ശേഷം ആവാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും വീട്ടിൽ ചെന്നാല് ഇന്ന് എന്താ ഇവിടെ ഉള്ളത്, വല്ലതും കഴിക്കാണ്ടോ? ഒന്നുമില്ല എന്ന് പറയും നമ്മുടെ ഉമ്മ. അള്ളാന്റെ റസൂലിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ചിലപ്പോൾ പറയും ഒന്നുമില്ലെന്ന് ഇവിടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഇന്ന് എനിക്ക് നോമ്പാ, ഇന്ന് എനിക്ക് നോമ്പാ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്ത് നോമ്പുകള് ഫജ്ർ കഴിഞ്ഞാലും തീരുമാനമെടുക്കാം, സൂര്യോദയം നടന്നാലും പിന്നെയൊക്കെ തീരുമാനമെടുക്കാം. അതേ അവസരത്തിൽ ഫർളായ നോമ്പ് രാത്രി തന്നെ തീരുമാനമെടുക്കണം. അഥവാ മഗ്രിബിന്റെ ശേഷം മുതൽ സുബഹിയാകുന്നതിന്റെ ഇടയ്ക്കുള്ള സമയത്ത് നാളത്തെ ദിവസം എനിക്ക് നോമ്പാണ് എന്ന് കൃത്യമായ തീരുമാനം എടുക്കണം. അതാണ് നിയ്യത്ത്. സാധാരണ നമ്മളെക്കുറിച്ച് പറയാറുണ്ട്, ഇവർ നിയ്യത്ത് കട്ട ആൾക്കാരാണ്, ഇവർക്ക് നിയ്യത്തില്ല. നിയ്യത്തില്ലായ്മയല്ല സഹോദരന്മാരെ, നിയ്യത്ത് ചൊല്ലിപ്പറയേണ്ടാന്നാ പറഞ്ഞു. അപ്പൊ നിസ്കാരത്തിനും കണ്ടിട്ടില്ലേ ആളുകൾ? ഉളൂവിനാണ് ആളുകൾ നിയ്യത്ത് ചൊല്ലിപ്പറയുന്നത്. നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളു എന്ന ഫർളിനെ ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ മുഖം കഴുകുന്നതിന്റെ തൗഹീദ് പറയും. എന്നിട്ട് മലയാളത്തിലും പറയും, അറബിയിലും പറയും. നിസ്കാരത്തിന് സ്വത്തിൽ വന്നിരുന്ന ഉസ്സല്ലി ലില്ലാഹി തആല ഉസ്സല്ലി ഫർദൽ ജുമുഅ, ജുമുഅ നിസ്കരിക്കും ഞാൻ ഇമാമിന്റെ കൂടെ 2 റക്അത്തായി ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് അതായി ഫർളായിക്കൊണ്ട് എന്ന് ആദ്യം അറബിയിലും മലയാളത്തിലും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊല്ലി പറയും. സഹോദരന്മാരെ, അതൊക്കെ തനിച്ച അനാചാരാണ്. നമ്മളിതാ സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കി നിന്നിട്ട് ഇതാ ജുമുഅ നിസ്കരിക്കൽ ഇമാമിന്റെ കൂടെ നമ്മൾ മനസ്സിൽ കരുതി ഉറപ്പിക്കലാണ് നിയ്യത്ത്. അതാണ് നോമ്പിന്റെയും കാര്യം അങ്ങനെയാണ്. പക്ഷെ നിയ്യത്തൊന്നുമില്ലാതെ ഒരാളിങ്ങനെ കടന്നുറങ്ങി രാവിലെയായി ഒന്നുമില്ല, അയാൾക്ക് നോമ്പിന്റെ ഒരു തീരുമാനമില്ലെങ്കിൽ അയാൾക്ക് നോമ്പില്ല, അയാൾക്ക് ആ നോമ്പ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ എല്ലാ രാത്രിയും നിയ്യത്ത് മനസ്സിൽ കരുതുക. മഗ്രിബ് കഴിഞ്ഞേക്കുന്ന മുതൽക്ക് കഴിഞ്ഞ സമയം തുടങ്ങാം. എപ്പോഴും വേണമെങ്കിൽ തീരുമാനമെടുക്കാതെ അയ്യോ ഉറങ്ങിപ്പോയി നേരം വെച്ചിട്ടാണ് ഓർമ്മ, നോമ്പെടുക്കണം എന്നുള്ള യാതൊരു തീരുമാനവും ഇല്ലായിരുന്നു, അങ്ങനെ അതിന് വേണ്ട ഒരൊരുക്കമില്ലായിരുന്നു എന്ന്. ഏതായാലും റമദാൻ, ചില പണ്ഡിതന്മാർ പറഞ്ഞു റമദാനിലെ 30 ദിവസത്തിനും വേണ്ടി ആദ്യത്തെ ദിവസം തന്നെയാണ് 30 ദിവസവും ഞാൻ നോൽക്കുന്നു തീരുമാനിച്ചാൽ പോരെ. അത് പോരാന്ന് പറ്റുന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അത് പോരാ. എല്ലാ ദിവസവും അതാത് നോമ്പിന് വേണ്ടി അതാത് രാത്രികളിൽ തന്നെ നിയ്യത്തിനെ തീരുമാനത്തെ ദൃഢവൽക്കരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതാണ് ആ വിഷയത്തിൽ